So we will start discussing on some important compounds of P block elements. On that we will first discuss on oxides of nitrogen. So exam ഒക്കെ അടുത്തിരിക്കുവാണ്, പഠിക്കാൻ സമയമില്ലെന്നൊന്നും വിചാരിക്കേണ്ട, നോക്കുന്ന കാര്യങ്ങൾ തറവായിട്ട് നോക്കി പോവാം. സോ ഇന്ന് നമുക്ക് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ നോക്കാം. സോ ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ മെയിൻലി ഡിസ്കസ് 5 ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. നൈട്രസ് ഓക്സൈഡ് N2O, നൈട്രിക് ഓക്സൈഡ് NO. സോ ഇത് രണ്ടുമാണ് മേജർലി ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം നൈട്രജൻ ട്രൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ സ്വിസ് കീ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ആൻഡ് ഡൈ നൈട്രജൻ ടെട്രാ ഓക്സൈഡ്, ഓൾസോ ഡൈ നൈട്രജൻ പെൻഡോക്സൈഡ്. ഇങ്ങനെ 5 ഡിഫറെൻറ്റ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ് നമ്മൾ മേജർലി ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഏത് നോക്കാം? നൈട്രസ് ഓക്സൈഡ് ആദ്യം നോക്കാം. നൈട്രസ് ഓക്സൈഡ് N2O നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ലാഫിംഗ് ഗ്യാസ് എന്നും പറയും. സോ ഇറ്റ് ഈസ് നോൺ ആസ് ലാഫിംഗ് ഗ്യാസ് ബിക്കോസ് വെൻ വി ഇൻഹേൽ ഇതിനെ, അതായത് ഇതിൻ്റെ ഒരു ഇൻഹലേഷൻ ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ ഗ്യാസ് പെർട്ടിക്കുലർ ഗ്യാസ് ഇൻഹേൽ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ലാഫ്റ്റർ ടെൻഡൻസി. ഇറ്റ് ഇസ് ലൈക്ക് ഒരു എക്സ്റ്റേണൽ പേഴ്സൺ നമ്മൾ ഈ ചിരിക്കുന്ന കണ്ടാൽ അവർ നോർമലി ചിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ഒരു വിമ്മിഷ്ടം നമ്മൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ചോക്കിംഗ് ആൻഡ് ലാഫ്റ്റർ. ഒരു ഇറ്റ് ക്യാൻ ബി സെറ്റ് ആസ് ഹിസ്റ്റീരിക് ലാഫ്റ്റർ. ഓക്കെ, ഹിസ്റ്റീരിക് ലാഫ്റ്റർ അതായത് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ലാഫ്റ്റർ. അത് ആക്ച്വലി നമ്മൾ സന്തോഷം കൊണ്ട് ചിരിക്കുന്നതല്ല, ഇറ്റ് ഈസ് ഒരു വിമ്മിഷ്ടം കാരണം, ഇതിൻ്റെ ഇൻഹലേഷൻ കാരണം അതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റീസിലാണ് നമ്മൾ നൈട്രസ് ഓക്സൈഡ് ഇൻഹെയിൽ ചെയ്യുന്നെങ്കിൽ ഒരു ഹിസ്റ്റീരിക് ലാഫ്റ്റർ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ലബോറട്ടറി ആസ് വെൽ ആസ് കൊമേഴ്സ്യൽ സ്കെയിൽ ബൈ ഹീറ്റിംഗ് അമോണിയം നൈട്രേറ്റ്. അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നൈട്രസ് ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഹീറ്റ് ചെയ്താണ് നൈട്രസ് ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. കൊമേഴ്സ്യൽ യൂസ് എന്ന് പറയുന്നുണ്ട്. അപ്പം കൊമേഴ്സ്യൽ യൂസ് എന്ന് പറയുമ്പോൾ ഹിയർ വി ഷുഡ് ലുക്ക് അറ്റ് ലാർജ് സ്കെയിലിൽ നമുക്ക് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Physical properties: it is a colorless gas with a faint sweetish odor and taste. Its critical temperature is about 35 degrees Celsius, and hence its critical temperature is 35 degrees Celsius. Yes, we can liquefy it at room temperature by applying pressure. It is soluble in cold water but practically insoluble in hot water. ദെൻ നമ്മൾ പറഞ്ഞു ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റിയിൽ ഈ ഗ്യാസ് ഇൻഹെയിൽ ചെയ്യുവാണെങ്കിൽ ഒരു ഹിസ്റ്റീരിക് ലാഫ്റ്റർ അവിടെ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ മോർ ദാൻ എ ലിമിറ്റ് നമ്മളത് ഇൻഹെയിൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ആക്ച്വലി കോസസ് ഡെത്ത്. ഓക്കെ, സ്മോൾ ക്വാണ്ടിറ്റീസിനാണെങ്കിൽ ഇതൊരു അനസ്തേറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിൻ ഫീൽഡിലാണെങ്കിലും അനസ്തേഷ്യ ആ ഒരു ഫങ്ഷൻ ഇത് സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻഹെയിൽ ചെയ്യുന്ന വഴി ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഓക്സൈഡ്, ഏത് ഓക്സൈഡാണ് പറഞ്ഞത്? നൈട്രസ് ഓക്സൈഡാണ്. നൈട്രസ് ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? N2O. അതിൻ്റെ പ്രിപ്പറേഷൻ കൊമേഴ്സ്യലി നമുക്ക് അമോണിയം നൈട്രേറ്റ് എന്താണ്? NH4NO3. അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നൈട്രസ് ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യാം. ഇക്വേഷൻ നോക്കിയാൽ മതി. അടുത്ത് നമ്മൾ ഇതിൻ്റെ ഇൻഹലേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റീസിലാണെങ്കിൽ ഇത് ക്രിയേറ്റ്സ് എ ഹിസ്റ്റീരിക് ലാഫ്റ്റർ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻഹെയിൽഡ് ഇൻ എ മോർ ദാൻ മോഡറേറ്റ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഇൻഹെയിൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ് actually causes death. In small quantities it can have the property of a anesthetic. Then it can be critical temperature 35 degrees Celsius ആണ്. This can be liquefied easily by applying pressure at room temperature. പിന്നെ ഒരു പോയിന്റും കൂടെ നമ്മളിവിടെ പറഞ്ഞു, it is soluble in cold water but insoluble in hot water. Next, chemical properties. Chemically it is relatively inert. On heating it decompose into N2 and O2. Inert gas ആണ്. ഹീറ്റ് ചെയ്യുമ്പോൾ 600 ഡിഗ്രി സെൽഷ്യസിനൊക്കെ ഇതിന് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഡീകമ്പോസ് ചെയ്ത് നൈട്രജൻ ആൻഡ് ഓക്സിജൻ തരും. ഓൾസോ വെൻ ദിസ് പാസസ് ഓവർ ഹോട്ട് കോപ്പർ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു N2. സോ നമുക്കിതിന് റിഡക്ഷൻ കോപ്പർ വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് N2 കിട്ടും. Then burning pieces of
carbon, silicon and phosphorus etc. burn brilliantly on nitrous gas and reduces in nitrous gas to N2. So nitrous gas ne enganeyekka reduce cheyam by passing hot copper, then also by adding phosphorus or silicon sulfur or carbon. Silicon alle sulfur aanu, sulfur or carbon. Pinne oru chemical property kuda varunathu with molten alkali metal amides. Actually what are amides? Amides ennu parayunnathu normally amine undallo, normally amine in ഒരു ഹൈഡ്രജൻ മാറ്റുന്നു, ദാറ്റ് ഈസ് NH2 ആണ് അമൈഡ് എന്ന് പറയുന്നത്. സോ ഒരു ആൽക്കലി, മോൾട്ടൺ ആൽക്കലി മെറ്റൽ അമൈഡ്, ആൽക്കലി മെറ്റൽ നമുക്ക് സോഡിയം എടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ സോഡിയം അമൈഡും നൈട്രസ് ഓക്സൈഡും തമ്മിൽ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അസൈഡ് കിട്ടും. അസൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെറും നൈട്രജൻ ഉള്ള കോമ്പൗണ്ട് ആണ്, അതായത് N3 ആണ് അസൈഡ് എന്ന് പറയുന്നത്. സോ alkali metal and nitrous oxide react to form or react to give metal azide. Okay, these are the chemical properties. അപ്പോൾ 3-4 chemical properties നമ്മൾ പറഞ്ഞു. Relatively it is inert, then it decomposes on heating it decomposes into nitrogen and oxygen. Then by passing hot copper, nitrous oxide gets reduced to nitrogen N2. Then on passing we can pass phosphorus or sulfur or carbon, nitrous gas get reduced to nitrogen. Then molten alkali metal amides, molten alkali metal amides, example sodium amide NaNH2. This get mixed with nitrous oxide to form azide. Now next one is uses. ഒരു യൂസ് നമ്മൾ നേരത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മൈൽഡ് അനസ്തെറ്റിക്. Then secondly it is as a propellant gas in whipped cream bombs. It is used as a propellant gas in whipped cream bombs. In a structure എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റെസൊണൻസ് സ്ട്രക്ചർ. റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സെൽഫ് ഇറ്റ് ഹാസ് എ ചാർജ്. ഓക്കെ, റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് 2 polar and linear structures with opposite dipole moments. So structure of nitrous oxide, it is a resonance hybrid of 2 polar and linear structures with opposing dipole moments. Structure അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഡീറ്റെയിലി ഇൻ ദി എൻഡ് നോക്കാം. This structure accounts for the low dipole moment 0.1 diol of nitrous oxide. Nitrogen and nitrogen oxygen bond lengths are 1.12 Armstrong and 1.19 Armstrong. Structure നമുക്ക് ഇൻ ഡീറ്റെയിൽ വരച്ചു നോക്കാം. സോ ഇതാണ് നമ്മുടെ നൈട്രസ് ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ. സോ എന്താണ് നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട്, 2 വാലൻസ് ഇലക്ട്രോണ്, ഓക്സിജൻ്റെ ചുറ്റും 6 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. ആൻഡ് ഇവിടെ നൈട്രജൻ ബോണ്ട് ലെങ്ത് വരുന്നത് 1.12 ആംസ്ട്രോങ്, നൈട്രജൻ ഓക്സിജൻ ബോണ്ട് ലെങ്ത് വരുന്നത് 1.19 ആംസ്ട്രോങ്. ദെൻ അപ്പുറത്തെ കേസ്, അതായത് ആഫ്റ്റർ ദാറ്റ് നൈട്രജൻ്റെ 2 വാലൻസ് ഇലക്ട്രോണിൻ്റെ അവിടെ 4 വരും ഫ്രം എ പെയർ ഫ്രം oxygen, and nitrogen double bond gets changes to triple bond gets changes to double bond, and nitrogen oxygen single bond changes to double bond. So ഇവിടെ എന്ന് പറയുന്നത് it is അല്ലെങ്കിൽ 2 polar and linear structures ആണ് അല്ലേ, with opposing dipole moment, that is different, opposite dipole moments.